എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 8-ാം തീയതി വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു റിസൾട്ട് പ്രഖ്യാപിച്ച് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ SSLC പരീക്ഷാഫലം എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതും അതുപോലെ SSLC പരീക്ഷയിൽ തോൽക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന ഒന്നാണ് SSLC പരീക്ഷാഫലം. അപ്പോൾ ഈ വർഷം മാർച്ച് മാസത്തിൽ ഈ ഒരു എക്സാം കഴിഞ്ഞ ശേഷം നിങ്ങൾ പലരും പ്രതീക്ഷിക്കുന്ന കാര്യമായിരിക്കും. എത്ര മാർക്ക് ലഭിക്കും, അതുപോലെ റിസൾട്ട് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുന്ന വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത് sslcexam.kerala.gov.in എന്ന വെബ്സൈറ്റും അതുപോലെ kite.kerala results.kite.kerala.gov.in എന്ന വെബ്സൈറ്റും അതുപോലെ തന്നെ iExam മൊബൈൽ ആപ്ലിക്കേഷനും സഫലം 2024 മൊബൈൽ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ SSLCയിൽ തന്നെ THSLC അതുപോലെ തന്നെ THSLC HI AHSSLC അതുപോലുള്ള വിവിധ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഏത് സൈറ്റിലേക്കാണോ പോവേണ്ടത് ആ ഒരു വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് ഈ ഒരു parishaBhavan.kerala.gov.in എന്ന വെബ്സൈറ്റിലെ പരീക്ഷാ പോർട്ടൽ എന്നുള്ള ഭാഗത്ത് കറക്റ്റായിട്ട് ആ ഒരു ഡീറ്റെയിൽസുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതായത് ഇവിടെ SSLC HI എന്നിങ്ങനെയൊക്കെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏത് SSLCയുടെ റിസൾട്ടാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അത് കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് SSLC റിസൾട്ട് അറിയാൻ സാധിക്കുന്ന വെബ് പേജിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ SSLC HI അതുപോലെ തന്നെ THSLC HI എന്നിങ്ങനെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ SSLC റിസൾട്ട് അറിയാനായിട്ട് പോവേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് SSLC അതായത് ഈ ഒരു HI എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിലേക്കുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതായത് ഈ ഒരു വെബ്സൈറ്റല്ല, അത് ജസ്റ്റ് മാറിപ്പോയി. അപ്പോൾ sslcexam.kerala.gov.in എന്ന വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ SSLCയുടെ റിസൾട്ട് അറിയാനായിട്ട് പോവേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിൽ ജസ്റ്റ് മിസ്സിങ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ ജസ്റ്റ് അത് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾക്ക് ഈ ഒരു ബ്രൗസറിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു sslcexam.kerala.gov.in എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജിലേക്ക് പോകും. അപ്പോൾ മറ്റ് വിഭാഗത്തിലുള്ള അതായത് THSLC ഒക്കെ ആണെങ്കിൽ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു THSLCയുടെ വെബ്സൈറ്റിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇത് THSLCയുടെ വെബ്സൈറ്റാണ്. SSLC റിസൾട്ട് അറിയാനായിട്ട് നിങ്ങൾ sslcexam.kerala.gov.in എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ തന്നെ ഈ ഒരു ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ള ഭാഗത്ത് അതായത് SSLCയുടെ റിസൾട്ട് പ്രഖ്യാപിച്ച് ഏകദേശം 1 മണിക്കൂറിനകം അവിടെ ആ ഒരു റിസൾട്ടിൻ്റെ ലിങ്ക് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു റിസൾട്ടിൻ്റെ അതായത് ലിങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് SSLC എക്സാം റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ SSLCയുടെ ആ ഒരു രജിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ SSLC റിസൾട്ട് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ തന്നെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ലിങ്കും നൽകിയിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ SSLC പരീക്ഷയിൽ പരാജയപ്പെടുകയാണെങ്കിൽ അതായത് തോൽക്കുകയാണെങ്കിൽ SSLC സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ ഈ ഒരു റിസൾട്ട് വന്ന് ഏകദേശം 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ ആ ഒരു അപേക്ഷ നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് നൽകേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യം കാണുക. അതിനുശേഷം നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുത്ത് +1 പ്രവേശനം നേടാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ റീവാലുവേഷന് അപേക്ഷിക്കാം. 500 രൂപയാണ് ഫീസ് ഉണ്ടാവുക. നിങ്ങൾക്ക് മാർക്ക് ഗ്രേഡ് ചേഞ്ച് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ ഒരു പൈസ തിരികെ റീഫണ്ടായിട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.